ഡെലിവറിയൊക്കെ വരുന്നുണ്ട്, എല്ലാം വെക്കണമെന്ന് അവർ ടീമായിട്ടാണ് എല്ലാ വീട്ടിലും വരുന്നത്. നമ്മുടെ വീടുകൾ, അതായത് ചിരട്ട, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ ഉള്ള വീട്ടിലാകുമ്പോൾ അവർ ഒരു സാധനം പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വെച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് ചെറിയ ടപ്പ്, അതായത് 5 മുതൽ വെള്ളം മതി ഈ മുട്ട കൊതുക് വരെയുള്ള മുട്ടയിടാനായിട്ട്. നമ്മൾ അതിന് അത്രയും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ബാത്റൂമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 2 നില വീടൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ എല്ലാ ബാത്റൂമും നമ്മൾ യൂസ് ചെയ്തോളാം അല്ലേ. അപ്പോൾ യൂസ് ചെയ്യാത്ത ബാത്റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒന്നെങ്കിലും ആ ബാത്റൂമൊക്കെ നമ്മൾ ഫ്രഷ് ചെയ്ത് വിടണം. എന്നിട്ട് ആ ഫ്രഷ് ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ കൊതുക് വന്ന് മുട്ടയിട്ട് അങ്ങനെ അത് ചെയ്ത് പിന്നെ അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഫ്രിഡ്ജിൻ്റെ ട്രേ, ഇപ്പോൾ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജിൻ്റെ ട്രേ വലിയ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും കൂടി നമ്മൾ ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പിന്നിലത്തെ ട്രേയൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അതുപോലെ പറമ്പൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, പറമ്പൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ കവുങ്ങിലോട്ടൊക്കെ ഉണ്ടാവില്ല, പറയുമ്പോൾ പാലയിലൊക്കെ വന്ന് വെള്ളം കെട്ടില്ല. പിന്നെ അതുപോലെ ചിരട്ടയില്ല, എല്ലാം നമ്മൾ കാണുന്ന എല്ലാ പാത്രങ്ങളും മണ്ണ് കിടക്കുകയാണെങ്കിൽ അതിനൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതാണ് നിങ്ങളുടെ പണി. ഇനിയെങ്കിലും നിങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഡെലിവറി കുറച്ച് വരാനായിട്ട് നമുക്ക് നോക്കാം. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങളൊക്കെ പനി ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. വീടുകളൊക്കെ ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയക്കില്ല ആൾക്കാരൊക്കെ പനിയുണ്ട് പനിയുണ്ട്. മിക്ക ആൾക്കാർക്കും പറയുന്നില്ല പനി ഉണ്ടെങ്കിൽ അവർക്ക് ഡോക്ടറെ കാണും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണോ. നമുക്കിപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് വിവരം കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ മെയിനായിട്ട് പനി ഉണ്ടെങ്കിൽ ഒന്നും വിവരം അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആശാവർക്കരെ ഒന്നും വീട്ടിൽ പറയുക. അതുപോലെ ഇപ്പോൾ ഡെങ്കിപ്പനി വന്നു വെച്ചാൽ നമ്മൾ ഇപ്പോൾ പോസിറ്റീവ് അറിയാം ഡെങ്കിപ്പനിക്ക് മരുന്നില്ല എന്നുള്ളത് അറിയാമല്ലോ. ഡെങ്കിപ്പനിക്ക് മരുന്നുണ്ട്, പക്ഷേ ഡെങ്കിപ്പനിക്ക് ഇതേപോലെ നമ്മൾ മരുന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊതുകുവലയുടെ ഉള്ളിലിരിക്കുക. ഒരു 2 ആഴ്ചയോളം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുക. കൊതുകുവലയുടെ ഉള്ളിൽ കിടക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കണം. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം മുഴുവൻ നഷ്ടപ്പെടും. പ്ലേറ്റ്ലെറ്റ് കുറയും, കൗണ്ട് നന്നായിട്ട് കുറഞ്ഞ് വരും. പിന്നെയാണ് അത് കൂടില്ല, ആദ്യം നന്നായിട്ട് കുറയുകയും കുടിക്കണം. നമ്മളൊരു 4-5 ലിറ്ററോളം വെള്ളം നമ്മൾ നിർബന്ധമായിട്ട് കുടിക്കണം. സാധാരണ തന്നെ ഒരു നോർമലായിട്ടുള്ള ഒരാളോട് തന്നെ നമ്മൾ 4 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഡെങ്കിപ്പനി വന്ന ആൾ നിർബന്ധമായിട്ട് ഒരു 5-6 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. പിന്നെ അതുപോലെ പഴവർഗ്ഗങ്ങളൊക്കെ ധാരാളം കഴിക്കുക. എണ്ണമേശകളൊക്കെ ഒന്ന് കുറയ്ക്കുക, പുളിയൊക്കെ ഒന്ന് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആഴ്ചയിൽ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. കൊതുകുവലയുടെ ഉള്ളിൽ കിടക്കുക. 2 ആഴ്ചയോളം പുറത്തേക്ക് വരാണ്ടിരിക്കുക. ഭയങ്കര ബോഡി പെയിൻ ഉണ്ടാവും, ഭയങ്കര ശക്തമായിട്ടുള്ള തലവേദന ഉണ്ടാവും, പേശികളൊക്കെ വേദന ഉണ്ടാവും, തലയൊക്കെ പിന്നിലൊക്കെ വേദന ഉണ്ടാവും, എല്ലാവർക്കും ഭയങ്കര ഛർദി ഉണ്ടാവും, വയറിനൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളായിട്ടാണ് കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ എലിപ്പനി, എലിപ്പനിക്ക് മരുന്നുണ്ട്. ഇതിനൊക്കെ തൊഴിലുറപ്പിൻ്റെ ആൾക്കാരുണ്ടാവും. നിങ്ങളൊക്കെ എലിപ്പനിയുടെ മരുന്ന് കഴിക്കുമോ? കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 ആഴ്ചയോളം കഴിച്ചു, ഒരാഴ്ച കഴിച്ചു. 4 ആഴ്ച എന്തായാലും നിർബന്ധമായി കഴിക്കണം. എന്താ വെച്ചാൽ നമ്മൾ പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ ശരീരമൊക്കെ. നമുക്കൊന്നും ഇപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ എല്ലാവർക്കും ഒന്നും കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ആഴ്ചയിൽ ഒന്നും വെക്കുക. ഡോക്ടേഴ്സായിട്ടും പറഞ്ഞിട്ട് പോയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കും. അപ്പോൾ നമുക്ക് ഞങ്ങളൊക്കെ കഴിക്കുന്നത്, അതായത് ഞങ്ങളിപ്പോൾ ഡെയിലി ഏരിയയിൽ ഇങ്ങനെ നടക്കണ കാരണം ഞങ്ങൾ ആഴ്ചയിൽ ഒന്നും വെച്ചിട്ട് ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുളിക കഴിക്കുന്നു. അതിന് പ്രത്യേകിച്ചൊരു സൈഡ് എഫക്റ്റൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതായത് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാർ മാത്രം ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് കഴിച്ചാൽ മതി. ബാക്കി എല്ലാവർക്കും ഏത് അസുഖമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എനിക്ക് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ഗുളിക കഴിക്കാവുന്നതാണ്. 200 mg ഗുളികയാണ് നമുക്ക് ഹെൽത്തിൽ നിന്ന് കിട്ടുന്നത്. 100 mg. അപ്പോൾ അതിൽ 2 വെച്ചിട്ട് തരും. 2 ഗുളിക വീതം കഴിക്കണം. ഈ ഗുളിക കഴിക്കുന്നതിന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കണം. കറക്റ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് വേണം ഗുളിക കഴിക്കാനായിട്ട്. നമ്മൾ ഒരിക്കലും കഴിക്കരുത്. ഭയങ്കരമായിട്ട് ഗ്യാസ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുളിക അവിടെ ആമാശയം നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വയറ് തട്ടി കുടിക്കുക, തലവേദന അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരും.
നന്നായി വെള്ളം കുടിക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെ വേറൊരു സൈഡ് എഫക്റ്റ് സാധാരണ നമ്മളിപ്പോൾ ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ പോയി കാണും, അവർ ആൻറ്റിബയോട്ടിക് എഴുതാറില്ല. അതുപോലത്തെ ഒരു എഫക്റ്റ് തന്നെ ഉള്ളൂ ഈ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ചോദിച്ചിട്ട് ഗുളിക മേടിച്ച് കഴിക്കാൻ നിർബന്ധമായിട്ട് ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് കഴിക്കണം. നിർബന്ധമായിട്ട് പിന്നെ നമുക്ക് എലിപ്പനി ഒന്നൊരു മോചനം കിട്ടും അല്ലേ? എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളമാണോ കുടിക്കാറാണ്? എന്നാലും കഴിഞ്ഞ വർഷം നമ്മുടെ ഏരിയയിലൊക്കെ നന്നായി മഞ്ഞപ്പിത്തം വന്നിട്ടായിരുന്നു അല്ലേ? കരിങ്ക പാലക്കരി ഏരിയയിലൊക്കെ. ഈ വർഷം മഞ്ഞപ്പിത്തമില്ല, അതിന് പകരമാണ് ഈ അസുഖം. അപ്പോൾ മഞ്ഞപ്പിത്തത്തിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, പച്ചവെള്ളം കുടിക്കരുത്. ഇപ്പോൾ ചൂടുള്ള വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് നന്നായി പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചും കുടിക്കരുത്. നന്നായി തിളപ്പിച്ചാറിയിട്ട് മാത്രം കുടിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ ബാത്റൂമിലൊക്കെ പോയി വന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ നന്നായിട്ട് സോപ്പിൽ കഴിക്കാം. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇതും നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മഞ്ഞപ്പിത്തത്തിന് അതാണ് നമ്മൾ പറയാനുള്ളത്. ഈ കൈ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കഴിക്കാം. ബാത്റൂം പോയി വന്നു കഴിഞ്ഞാൽ എല്ലാവരും നിർബന്ധമായിട്ട് കയ്യിൽ സോപ്പ് ഇട്ടിട്ട് കൈ കഴുകാം. അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരാൾക്ക് മഞ്ഞപ്പിത്തം വാങ്ങിച്ചാൽ അതെങ്ങനെ പകരുന്നതെന്ന് അറിയില്ല. അതിൻ്റെ മലത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ വയറ്റിൽ അത് എത്തുന്ന ഗ്യാസും അപ്പം അതിനനുസരിച്ച് ടോയ്ലറ്റ് അതിന് നമ്മൾ നമ്മൾ പോയി തൊട്ട് കഴിഞ്ഞാൽ ആ അണുക്കൾ കൂടെ നമ്മുടെ കഴിക്കും. അങ്ങനെയാണ് അത് നമ്മൾ കഴിക്കുന്നത്. അപ്പം അത് നന്നായിട്ട് കൈ എപ്പോഴും നന്നായിട്ട് വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകണം. ബാത്റൂം പോയി വന്നേക്കും. മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തിളപ്പിച്ചാലും വെള്ളം മാത്രം കുടിക്കുക. ഇടയ്ക്കിടയ്ക്ക് മഴ കുറയും, ചൂടുണ്ട്. അപ്പോൾ എങ്ങനെ ഡെങ്കിപ്പനി കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഒരു 2 ദിവസം മഴയില്ലെങ്കിൽ അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് പൊടി വന്നിട്ട് ഉറപ്പായിട്ട് കേസ് കൂടും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയാം. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ. ചോദിക്കാനോ? അതിന്റെ കാര്യം മനസ്സിലായി. രണ്ട് മാസമായില്ല നിങ്ങൾ കയറി ഇറങ്ങാൻ തുടങ്ങിയത്. ഇങ്ങനെ വരുന്നു എന്നുള്ളത് സംസാര രീതി പൊതുവെ കാണുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ അതായതുകൊണ്ട് ഞങ്ങൾക്ക് വന്നേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്യുക. അവനവൻ്റെ വീടും പരിസരവും ആഴ്ചയിലൊന്ന് എങ്കിലും നന്നായി വൃത്തിയാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. ചെറിയ അടപ്പോ പാത്രമോ ഒക്കെ ആയിരിക്കും ഈ പൂത്താടി വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മാറ്റുക ആഴ്ചയിലൊന്നെങ്കിലും. പിന്നെ വീടിൻ്റെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ചെറിയ എന്താ പറയുക മരത്തിൻ്റെ പൊത്തുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും വെള്ളം കെട്ടി നിങ്ങൾക്ക് പൂത്താടി വളരാനുള്ള സാഹചര്യം വളരെയധികമാണ്. ഇവിടെ ഇപ്പോൾ ചെറിയ ചെറിയ കുറ്റിക്കാടുകൾ പോലുള്ള ഏരിയ കൂടുതലാണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ളത് എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ അതെല്ലാം അതൊക്കെ ചെയ്യാൻ പറ്റുന്ന മണ്ണ് ഫില്ല് ചെയ്യാനേ നമുക്ക് പറ്റും. അപ്പോൾ അതിലൊക്കെ മണ്ണൊക്കെ അടയ്ക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ ഞങ്ങൾ വരുമ്പോൾ ആരും വാതിൽ അടയ്ക്കുക. വാതിൽ അടയ്ക്കുന്നത് ഞങ്ങളുടെ പോലെയല്ല ഈ ഇത്രയും വീടുകളിൽ വരുന്നത്. ഇപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. വന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്നത് എത്ര ദിവസമായി നിങ്ങൾ വരുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടു നമ്പറും പേരും ഒക്കെ നിങ്ങളുടെ കയ്യിലില്ലെന്ന്. ഇപ്പൊ ഒരാൾ തന്നെ അല്ല വരുന്നത്, പല വ്യക്തികളായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സഹകരിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഡെങ്കു കേസസ് ഇതുവരെ സ്റ്റോപ്പായിട്ടില്ല. 2 ആഴ്ചയെങ്കിലും ഈ ഏരിയയിൽ നിന്ന് കേസസ് ഒന്നും വരാതിരുന്നാൽ മാത്രമേ ഈ ഔട്ട്ബ്രേക്ക് എന്നുള്ള സിറ്റുവേഷൻ മാറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചെറിയ പനിയാണെങ്കിൽ കൂടി എല്ലാവരും നല്ലപോലെ റെസ്റ്റ് എടുക്കുക. മാക്സിമം പൊതുപോലെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. പിന്നെ അതുപോലെ ബോണോംസ് പോലുള്ള ക്രീം ഓയിൻമെൻറ്റുകളും നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ച്
എല്ലാവരും ഉപയോഗിക്കുക. ഈ കൊതുക് പകൽ സമയത്താണ് കടിക്കുക. രാവിലെ 10 മണിക്ക് മുന്നേ ആയിട്ടും പിന്നെ വൈകിട്ട് 4 ആ സമയങ്ങളിലാണ് കൂടുതലും ഈ കൊതുകുകൾ കടിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ ഓയിൽമെൻറ്റ് ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ കടിയൊന്നും നമുക്ക് ഒഴിവാക്കാം. ഇവിടെ ഡെങ്കിപ്പനി വരാതിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സഹായം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ശരി. എന്തായാലും നമ്മുടെ വാർഡിലെ പ്രശ്നങ്ങളൊക്കെയാണ് അത് പറഞ്ഞത്. നിങ്ങൾ അവരോട് പെരുമാറുന്ന രീതിയെ കുറിച്ചൊക്കെയാണ് അത് പറഞ്ഞത്. എന്തായാലും അവർക്ക് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടാവണമെന്ന് ആദ്യമായിട്ട് പറയാനുള്ളത്. നമുക്ക് അജണ്ടയിലേക്ക് കിടക്കാം. ആദ്യത്തെ അജണ്ട 2025-26 വർഷത്തെ വ്യക്തികളുടെ ഗുണഭോക്തൃ ലിസ്റ്റിന്റെ അംഗീകാരം. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിഗത ഗുണഭോക്തൃ ലിസ്റ്റ് ഫോമിലൂടെ എത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മാർക്ക് ഇട്ടിട്ട് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയതാണ്. പിന്നെ രണ്ടാമത്തെ അജണ്ട എന്ന് പറയുന്നത് 2024-25 വർഷത്തെ വ്യക്തിഗത ഗുണഭോക്തൃ ലിസ്റ്റ് സാധുതകൾ. നമുക്കറിയാം കഴിഞ്ഞ തവണ നമ്മുടെ പഞ്ചായത്തിൽ 9 പേർക്ക് വിവാഹ സഹായം കൊടുത്തിട്ടുണ്ട്. വിവാഹ ധനസഹായമൊക്കെ അപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ ഗ്രാമസഭയുടെ അംഗീകാരം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഗ്രാമസഭയിൽ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ആ 9 പേരുടെ പേര് വൈക്കോന്ന് കൃഷ്ണ പ്രഭ, ബി കൊല്ലഴി പറമ്പിൽ, വസന്ത മംഗലത്തുപടി, കുമാരൻ കോലഴി, വേലായുധൻ ജയ കുറങ്ങാട്ട് വരക്കൽ, ഉണ്ണികൃഷ്ണൻ സി ചിങ്കങ്ങാട്ട് പറമ്പിൽ, ജയബേബി കൂടാഞ്ചേരി, രാജൻ കയ്യൂരി ഹൗസ്, രാധ തൈപ്പടി, കുമാരൻ കൊണ്ടുപറമ്പ്. ഈ 9 ആൾക്കാരുടെ ലിസ്റ്റ് അംഗീകരിക്കാനാണ്. അത് നമ്മൾ ഗ്രാമസഭയിൽ അംഗീകരിക്കുകയാണ്. പിന്നെ അതോടൊപ്പം അടുത്ത ജില്ല എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. നമുക്കറിയാം 60 വയസ്സായ ആളുകൾ ഗ്രാമസഭ വരാൻ കാത്തു നിൽക്കില്ല. 60 വയസ്സായിട്ടുള്ള ആളുകൾ അപ്പൊ തന്നെ പെൻഷൻ അപേക്ഷിക്കും. അതുപോലെ വിധവയായിട്ടുള്ള ആളുകൾ അവരുടെ സർട്ടിഫിക്കറ്റ് ആയതിനു ശേഷം അവർ പെൻഷൻ അപേക്ഷിക്കും. പിന്നെ 40% മുകളിൽ അംഗവൈകല്യമുള്ള ആളുകൾ അതിന് ഭിന്നശേഷിക്കാർ പെൻഷൻ അപേക്ഷിക്കും. അപ്പൊ അതൊക്കെ നമ്മുടെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ ബോർഡും അംഗീകരിച്ചിട്ട് ആ പെൻഷൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ബോർഡ് ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡ് മാത്രം അംഗീകാരം പോരാ, ഗ്രാമസഭ യോഗത്തിന്റെ ഒരു അംഗീകാരം കൂടി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ അജണ്ട വെച്ചിട്ടുള്ളത്. പെൻഷൻ പാസ്സായിട്ടുള്ള ആളുകളുടെ പേര് നമ്മൾ ലിസ്റ്റിൽ എഴുതി ചേർക്കും. അതോടൊപ്പം പറയുന്ന കാര്യം എന്ന് പറയുന്നത് 60 വയസ്സായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ വിധവയായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു വരുമാനം 1500 രൂപ മാസം ലഭിക്കുമെന്ന് കരുതിയിട്ട് തന്നെയാണ് പെൻഷൻ അപേക്ഷിക്കുന്നത്. ചില ആളുകളുടെയൊക്കെ പെൻഷൻ നിരസിക്കുന്നത് വളരെയധികം വിഷമത്തോടെയാണ് കേട്ടിട്ടുള്ളത്. അതായത് വീട്ടിൽ ഒരു AC ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വരുമാനം കൂടുതലാണെങ്കിൽ 2 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ അവരുടെ പെൻഷൻ നിഷേധിക്കും. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് പെൻഷൻ നിഷേധിക്കുന്നുണ്ട്. ചില വീടുകളൊക്കെ വളരെ പാവപ്പെട്ടുള്ള വീടുകളായിരിക്കും. കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് നല്ല വെയിലുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ചിലപ്പോൾ ആ വെയിൽ ചൂട് സഹിക്കാൻ വയ്യാതായും ചില ആളുകൾ ചിലപ്പോൾ വീട്ടിൽ ഒരു AC ഒക്കെ വെച്ചിട്ടുണ്ടാവും. അത്തരം ആളുകളുടെ പെൻഷൻ നിഷേധിക്കുന്നത് വളരെയധികം വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ പഞ്ചായത്തിന് BOP ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം പെൻഷൻ അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പൊ എല്ലാ വീടുകളിലും അവർ വന്ന് പെൻഷൻ അപേക്ഷിച്ച് വന്ന് നോക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും അറിയിക്കണം. നിങ്ങളുടെ പെൻഷൻ നിഷേധിക്കുമ്പോൾ അത് ഒരുപാട് വിഷമമുള്ള കാര്യമാണ്. അതായത് ഈ വിധവയായിട്ടുള്ള ആളുകൾ അവരുടെ ഭർത്താക്കന്മാരൊക്കെ ഉള്ള സമയത്ത് അവർ ചിലപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് മുകളിൽ വീടൊക്കെ വെച്ചിട്ടുണ്ടാകും സാമ്പത്തികമുള്ള സമയത്ത്. അതുപോലെ തന്നെ ആളുകൾക്ക് AC ഉണ്ടാവും, ചിലപ്പോൾ ഒരു കാർ ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ പേരിലെ കാരണമുള്ള ആളുകളുടെയൊക്കെ പെൻഷൻ നിഷേധിക്കുന്നത് വളരെയധികം വിഷമമുള്ള കാര്യം തന്നെയാണ്. നമുക്കതിൽ വേറെ രീതിയിൽ ഇടപെടാനൊന്നും കഴിയില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണം. പിന്നെ അതേപോലെ തന്നെ 2023-24 വർഷത്തെ സോഷ്യൽ ഓഡിറ്റ്. നമുക്കറിയാം പഞ്ചായത്തിന്റെ ഫണ്ട് ചെലവഴിച്ചിട്ട് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഗവൺമെന്റിന്റെ എന്ത് ഫണ്ട് ചെലവഴിച്ചാലും അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ കാര്യം ചെലവഴിച്ചു, എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വർക്കുകളോട് ചെയ്തു എന്നൊക്കെ സോഷ്യൽ ഓഡിറ്റർ വന്ന് അന്വേഷിക്കും. അങ്ങനെ സോഷ്യൽ ഓഡിറ്റർ വന്ന് അന്വേഷിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് എഴുതി വെക്കും. അതിൽ ചില അപാകതകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ, ചില വർക്ക് ചെയ്തിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള അപാകതകൾ. പിന്നെ നമ്മൾ ലൈഫിന്റെ വീടിനാകുമ്പോൾ അത് വീട് പണി പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അപാകതകൾ എഴുതിക്കും. അപ്പൊ അതിന് പഞ്ചായത്തിൽ യോഗം ചേർന്നിട്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ അയക്കണം. ആ മറുപടികളൊക്കെ തയ്യാറാക്കിയിട്ട് അത് നമ്മുടെ ഗ്രാമസഭാ യോഗത്തിന്റെ അംഗീകാരം കൂടി വേണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അജണ്ട വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാലിന്യമുക്ത കേരളമാണ്. നമുക്കറിയാം കഴിഞ്ഞ ഒരു 4 വർഷത്തിന് മുൻപൊക്കെ നമ്മുടെയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കവറുകളൊക്കെ വലിയ രീതിയിൽ പാറി നടക്കുന്ന ഒരു സംവിധാനം, ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുള്ളത് നമ്മുടെ ഹരിതകർമ്മസേനയുടെ വലിയൊരു പ്രവർത്തനം കാരണം കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഹരിതകർമ്മസേനക്ക് ഇപ്പോഴും 10,000 രൂപയിൽ താഴെയാണ് ശമ്പളം കിട്ടുന്നുള്ളൂ. അത് കൃത്യമായിട്ട് ഓരോ വീടുകളിൽ നിന്ന് 50 രൂപയും അതുപോലെ തന്നെ
സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കണം. ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് സാധാരണക്കാരാണ് 50 രൂപ വർഷം വീട്ടിൽ നികുതി അടക്കുന്നില്ല. അപ്പോൾ ഈ ഹരിതകർമ്മസേനക്ക് 50 രൂപ കൊടുക്കാനുള്ള പ്രയാസമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവരും മനുഷ്യരാണ്. മാസത്തിൽ 30 ദിവസം, ഒരു മാസത്തിൽ എത്ര ദിവസം അത്രയും ദിവസം വീടുകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. ആ വീടുകളിൽ കയറിയിട്ട് ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ മിനി എംസെറ്റിൽ കൊണ്ടു വെക്കുന്നുണ്ട്. അതിനുശേഷം അത് അവിടുന്ന് വണ്ടി വരുമ്പോൾ ആ വണ്ടിയിൽ കയറ്റിയിട്ട് പഞ്ചായത്തിൽ പോയി കൊണ്ടുപോയി ഇറക്കി വെച്ചിട്ട് അവിടുന്ന് സെഗ്രിഗേഷൻ ചെയ്യുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ വേർതിരിക്കുന്നുണ്ട്. ആ വേർതിരിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യേണ്ട പണിയാണ്. അത് കഴുകി വൃത്തിയായിട്ടൊക്കെ വേർതിരിച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മളതൊക്കെ കൊടുത്തൊരു മറ്റേ കവറിലാക്കിയിട്ട് പണ്ടാറടക്കിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുക. എന്നിട്ട് അത് അവരവിടെ വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാസം മുഴുവൻ ദിവസങ്ങളിലും അവർ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് 10,000 രൂപ ഒരു ശമ്പളം ഇല്ലാത്തത് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ നമ്മുടെ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്നുണ്ട്. ചില കരിമ്പ ഭാഗത്തുനിന്നൊക്കെ ആളുകൾ പറയുന്നത് അവിടെ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ട്, ക്യാമറ വെക്കുന്നുണ്ട്. ക്യാമറ വെക്കാനുള്ള ഫണ്ടൊന്നും പഞ്ചായത്തിന് കിട്ടില്ല. അപ്പോൾ 13 ക്യാമറ വെക്കാമെന്നുള്ള കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതിക സമയം. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഒരു സാധാരണക്കാരെ കൂലിപ്പണിക്ക് പോയിട്ട് 1200 രൂപ അല്ലെങ്കിൽ 1000 രൂപയ്ക്കാണ് കൂലി കിട്ടുക. ആരെങ്കിലും ഒരാൾ ദിവസമായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്ന ആളുകളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് ഈടാക്കുന്നതിൻ്റെ 4/1 ഭാഗം അവർക്ക് പാരിതോഷികമായിട്ട് കൊടുക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10,000 മാക്സിമം നമുക്ക് 10,000 ഈടാക്കണമെങ്കിൽ ഇൻഫർമേഷൻ തന്നിട്ട് പിടിച്ചാണെങ്കിൽ യാതൊരു തരത്തിലും കുറയ്ക്കില്ല. 10,000 തന്നെ ഈടാക്കും. കാരണം നിങ്ങൾക്ക് 2,500 കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അത്രയും കാര്യങ്ങൾ പൊതുജനങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എന്തായാലും പൊതുസ്ഥലങ്ങളിൽ മാലിന്യക്കാരെ കവർ പോയി വലിച്ചെറിയുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ നല്ല വൃത്തി വെടുപ്പൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്കറിയാം മുന്നൊക്കെ നമ്മൾ ക്യാൻസർ രോഗികൾ അതുപോലെ തന്നെ വൃക്ക രോഗികളൊക്കെ ഉണ്ടെന്ന് കേട്ടുകേൾവി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ തൊട്ടടുത്ത വീടുകളിലൊക്കെ അത്തരത്തിലുള്ള അസുഖമുള്ള ആൾക്കാരുണ്ട്. നിരന്തരം പിരിവുകൾ ഓരോ കമ്മിറ്റി കൂടിയും അതുപോലെ തന്നെ ഓരോ ചാരിറ്റിക്കാർ സന്നദ്ധ സംഘടനകൾ ഒക്കെ പിരിവുകൾ നടത്തുന്ന ഓരോരുത്തർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ എത്തിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവരുടെ അസുഖത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കും പറയാം, നമ്മൾ പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് ആരുടെയും അസുഖത്തിനെ അത് ബാധിക്കുന്നില്ല. കാരണം എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഹരിതകർമ്മസേന കൃത്യമായിട്ട് ശേഖരിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവരോട് കൃത്യമായിട്ട് സഹകരിക്കണമെന്ന് തന്നെയാണ് അവരോടൊപ്പം പറയാനുള്ളത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് പറയുന്നത്, നമ്മൾ പഞ്ചായത്ത്, നമ്മൾ ആദ്യമൊക്കെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ജനങ്ങളെ ഏറ്റവും അടുത്ത് ഇടപഴകുന്നത്, ജനങ്ങളെ ഏറ്റവും അടുത്തറിയുന്ന ഒരു സ്ഥാപനം പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ ആദ്യം നമുക്കറിയാം എല്ലാ അപേക്ഷകളും പഞ്ചായത്തിൽ ഫ്രണ്ട് ഓഫീസ് വഴി നേരിട്ട് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ കേസ് മാർക്ക് വന്നതോട് കൂടിയിട്ട് നേരിട്ട് ഒരു അപേക്ഷ സ്വീകരിക്കുമ്പോഴേക്കും ഈ പഞ്ചായത്തിൻ്റെ എന്ത് ആനുകൂല്യങ്ങൾക്കും അത് അക്ഷയ വഴി അപേക്ഷ കൊടുക്കണം. ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ കേസ് മാർക്ക് വന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഡെത്ത് സർട്ടിഫിക്കറ്റിനൊക്കെ അപേക്ഷ കൊടുത്ത് നമ്മൾ വിവരങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് അതൊരു ക്ലോസ് ചെയ്യുന്നതോടൊപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റായിട്ട് നമുക്ക് പ്രിന്റ് കിട്ടുകയാണ് ചെയ്യുക. അതേപോലെ വിവാഹ സർട്ടിഫിക്കറ്റിനൊക്കെ അപേക്ഷ കൊടുത്ത് നമ്മൾ വിവാഹം കഴിച്ചതിൻ്റെ വീഡിയോ സഹിതം അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് പ്രോസസ്സ് പൂർത്തിയാക്കുന്നതിനോടൊപ്പം നമുക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് മാത്രം തന്നെ വരും. പക്ഷെ ഇപ്പം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരടക്കമുള്ള ആളുകൾക്ക് ഫോൺ വഴി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേസ് മാർക്ക് സംവിധാനം വന്നിട്ടുണ്ട്. സാധാരണക്കാർക്കാർക്കും ഈ കേസ് മാർക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ സാധാരണക്കാർ ഏറ്റവും ആദ്യം വന്ന് ചോദിക്കുക വാർഡ് മെമ്പർമാരെടുത്താണ്. വാർഡ് മെമ്പർമാർക്ക് കേസ് മാർക്കിനെ കുറിച്ചിട്ട് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള വാർഡ് മെമ്പർമാരെ കുറ്റപ്പെടുത്തില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി അതുപോലെ നിങ്ങൾ ഉദ്യോഗസ്ഥരടുത്ത് പോയി ചോദിച്ചാൽ ഉദ്യോഗസ്ഥർക്കും അത് മുഴുവനായിട്ട് അറിയില്ല. അതുപോലെ തന്നെ അക്ഷയയിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അത് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ മുഴുവനായിട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ പഞ്ചായത്തിൽ ഈ പ്രൊജക്റ്റുകൾ നടക്കാത്ത കാരണം കൊണ്ട് നിർവ്വഹണ ഉദ്യോഗസ്ഥർക്ക് അവർ നിർവ്വഹണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കാത്ത കാരണം നിർവ്വഹണ ഉദ്യോഗസ്ഥർക്ക് ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിച്ച് ട്രെയിനിങ്ങിലൊക്കെ പോയിട്ട് സംസാരിച്ച് പരാതി കൊടുക്കുന്നതിൻ്റെ സംഘത്തിൽ അത്തരത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. അങ്ങനെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ക്ലാസ് എടുക്കുന്ന ആൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് അതിൻ്റെ എവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് സംശയം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതിയാവും. വാട്സപ്പ് ചെയ്തിട്ട് തന്നു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് മറുപടി പറയാനല്ല പറഞ്ഞത്. അത് ഞങ്ങൾ പഠിച്ചിട്ട് അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പഠിപ്പിച്ച് തരുന്ന ആളുകൾക്കും അത് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം ആദ്യമൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഈ കീപാഡ് ഫോണാണ്, കുറേ സ്വിച്ചുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ മാറി ടച്ച് ഫോണായിട്ട് നമുക്ക് ആരും അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മളത് കുറേശ്ശായിട്ട് പഠിച്ചിട്ടാണ് അതിൽ മുഴുവൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഫോൺ മാറിയപ്പോൾ ആദ്യമൊക്കെ നമുക്കറിയാം ഏറ്റവും ആദ്യം ഇറങ്ങിയിട്ടുള്ള ഫോൺ നോക്കിയ അങ്ങനെയുള്ള ഫോണുകളായിരിക്കും.
പക്ഷെ ഈ സാങ്കേതികവിദ്യ കൂടുന്നതിൻ്റെ ഒപ്പം നോക്കിയക്ക് അതിൻ്റെ ഒപ്പം എത്താൻ കഴിയില്ല. അതുപോലെ ഇപ്പം നോക്കിയുടെ മെച്ചപ്പെടുന്ന കാര്യങ്ങളിൽ കാണില്ല. ഇപ്പോൾ വിഭവങ്ങളുടെ മുകളിലൊന്നും അറിയില്ല. അതുപോലെ തന്നെ ഈ കസ്മാർട്ട് എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിനെ കുറിച്ച് എപ്പോഴേലൊക്കെ എന്തെങ്കിലുമൊക്കെ അപേക്ഷകൾക്ക് അക്ഷയക്ക് നേരിട്ട് പോകുന്ന നമ്മൾ തന്നെ സ്വയം അതൊക്കെ പരിശീലിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ജനപ്രതിനിധി ആദ്യമൊക്കെ പഞ്ചായത്തിൽ വരുമ്പോൾ 10ാം വാർഡ് മെമ്പറും 3ാം വാർഡ് മെമ്പറും 1ാം വാർഡ് മെമ്പറൊക്കെ മത്സരിച്ച് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തേക്ക് ഒരാൾ വരാതായിരിക്കും. ആദ്യമൊക്കെ ഒരു ഉച്ച വരെ നല്ല തിരക്കില്ല. ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം ആ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം പോലെ ഇപ്പോൾ കാലത്ത് വേണ്ടത് പഞ്ചായത്തേക്ക് പാരം വരുന്നില്ല. പിന്നെ അതുകൊണ്ടൊരു നഷ്ടം എന്ന് പറയുന്നത് അക്ഷയകളിൽ ഉള്ള ആളുകൾക്ക് ഒരുപാട് പണിയായി, അവർക്ക് നല്ല ഒരു വരുമാനമായി. എന്ത് അപേക്ഷ കൊടുക്കണമെങ്കിലും പഞ്ചായത്തിലൊക്കെ ഫ്രീ ആയിട്ട് അപേക്ഷ കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ വഴിയാകുമ്പോൾ 50-100 പറയുന്ന പൈസ കൊടുത്തിട്ടായിരുന്നു. സർക്കാർ ഓർഡർ അനുസരിച്ചുള്ള പൈസ മിക്ക അക്ഷയകളിലും വാങ്ങിക്കുന്നു. എല്ലാവരും അതുപോലെ 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് തലവെടുക്കുന്ന ആളുകൾ എല്ലാവരും പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം സാധാരണക്കാർക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കേസിലൊക്കെ നമ്മുടെ ഫോണിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണെന്ന് കൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, തൊഴിലുറപ്പുകാർക്ക് തൊഴിലുറപ്പ് ക്ഷേമനിധിയിൽ ചേരണമെങ്കിൽ ഐഡിയസുമായിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായിട്ടും ബന്ധപ്പെട്ട് അവർക്ക് ക്ഷേമനിധി എന്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ആരും നിർബന്ധിച്ചെടുക്കാൻ പറയില്ല. കാരണം അതിനുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് വിവാഹത്തിരിക്കും. പ്രായമായിട്ടുള്ള പെൺകുട്ടികൾക്ക് വാദന സഹായം കിട്ടുന്നതിന് പഠനത്തിന് സഹായിക്കുന്നത് അതൊക്കെ പഠനത്തിനുള്ള സഹായങ്ങൾ കിട്ടും. അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ഷേമനിധിയോട് സഹായമുണ്ട്. പെൻഷന്റെ കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് പറയുന്നില്ല. കാരണം ഇതിന്റെ അടുത്ത് കഴിഞ്ഞ് ആരും കുറച്ച് കാലത്തിന് വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് 5 ലക്ഷം പെൻഷൻ ലഭിക്കാൻ പറ്റും. ഇപ്പോൾ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് ഈ വാർഷിക പെൻഷൻ എന്നുള്ള കാരണം കൊണ്ട് അത് 600 ഈ ക്ഷേമനിധിയുടെ പെൻഷൻ 600 മറ്റേ വാർഷിക പെൻഷനായിട്ട് കൊടുക്കുക. അങ്ങനെ 1000 കിട്ടുന്നുണ്ട്. ആ ഒരു കാര്യം പറയണത് എന്തായാലും അത് തൊഴിലുറപ്പായിട്ട് മീറ്റിംഗ് വിളിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അവർ ബോധ്യപ്പെടുത്തും. പിന്നെ നമുക്കറിയാം എല്ലാ തൊഴിലുറപ്പാർക്കും പ്രതിരോധ മരുന്ന് കൊടുക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പഞ്ചായത്ത് തരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏജൻസുമായിട്ട് ബന്ധപ്പെട്ടത് വാങ്ങിക്കുക. തന്നിട്ടുള്ള ആളുകൾ അത് കൃത്യമായിട്ട് കഴിക്കും. കാരണം നമുക്കറിയാം 5 രൂപയാണ് ആ ഒരു ഗുളികൾക്ക് വില ഉള്ളൂ. 5 രൂപ കൊടുത്തിട്ട് ഗുളിക നിങ്ങൾക്ക് കൊണ്ടുതന്നെ നിങ്ങൾ കഴിക്കാൻ വേണ്ടി നിങ്ങൾ തൂക്കിടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ അങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്രാവശ്യം അങ്ങനെ ആവരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കറക്റ്റായിട്ട് തന്നെ പറയണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിപ്പനി വരിക എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷെ നമുക്കറിയാം 2ാമത്തെ പ്രാവശ്യമാണ് ഈ എലിപ്പനി വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാത്ത കാരണം തന്നെയാണ്. അപ്പോൾ ഈ മരുന്ന് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ കഴിക്കണം. കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അത് ഏജൻസുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് വാങ്ങിക്കണം. അതൊക്കെ കഴിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം പറയുന്നത് ഹരിതകർമ്മസേനയുടെ പിന്നെ നമ്മൾക്കറിയാം നമ്മുടെ വാർഡിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 2 പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനി ഏറ്റവും വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ചാലിശ്ശേരി പഞ്ചായത്തിലും ഒന്ന് ആനക്കര പഞ്ചായത്തിലും. ആനക്കര പഞ്ചായത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആനക്കര പഞ്ചായത്ത് വിവിധ വാർഡുകളിലായിട്ടാണ് കേസ് ചെയ്ത് ഇവിടെ ചാലിശ്ശേരി പഞ്ചായത്ത് 2ാം വാർഡിൽ മാത്രമായിട്ടാണ് ഡെങ്കി കേസുകൾ ഒരുപാട് കഴിയുന്നത്. ഏറ്റവും ആദ്യം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നത് ഇനി ആർക്കും പകരാതെ നോക്കാൻ കഴിയുമായിരുന്നു 2ാം വാർഡിലായിരുന്നു. കാരണം ഈ 2ാം വാർഡിൽ ഏരിയ മാത്രം മൊത്തമാണ്. ആനക്കര നമ്മൾ വിവിധ വാർഡുകളാകുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ എളുപ്പമില്ല. എന്നിട്ട് പോലും നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ആളുകളുടെ സഹകരണം ഇല്ലാത്തത് കാരണം തന്നെയാണ്. എനിക്ക് പലപ്പോഴും ചില വീടുകളൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ചില ആളുകൾക്ക് വിളിച്ച് സംസാരിക്കാൻ വിഷമം തോന്നിയിട്ടുണ്ട്. ഒരാൾക്ക് ഡെങ്കിപ്പനി അറിയുന്നത് ആ സമയത്ത് ഞാൻ വിളിച്ചിട്ട് ആളുടെ അടുത്ത് എന്തായാലും അസുഖം ഏത് ഹോസ്പിറ്റലാണ് എന്തെങ്കിലും ആവശ്യം വിളിക്കുന്നതൊക്കെ വിളിച്ച സമയത്ത് അയാൾ പറയുന്നത് നിങ്ങൾക്ക് ഡെങ്കിപ്പനി ആയിട്ട് പറയണുള്ളൂ. ഇപ്പോൾ ഈ മരിക്കാൻ നിൽക്കുന്ന സമയത്താണ് വിളിക്കുക. ഞങ്ങൾ സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ കുട്ടികൾക്കും മക്കൾക്കൊക്കെ വരണം അപ്പോഴതൊക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് ആശാപ്രവർത്തകർ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരെല്ലാം ഈ ഡെങ്കിപ്പനി വളർത്തുന്നു. അതൊക്കെ നിങ്ങൾ സ്വയം പിടിച്ചു വെക്കുന്നതാണ്. നിങ്ങൾ ഇവിടെയുള്ള ആള് നിങ്ങളുടെ കുറ്റം പറയില്ല, നിങ്ങളുടെ കുറ്റം പറയില്ല. നിങ്ങൾ ആരും കുറ്റം ദേഷ്യം തോന്നില്ല. ചില വീടുകളിൽ കയറുമ്പോൾ അവർ പറയുന്നത് ആശാപ്രവർത്തകർ മെമ്പറൊന്നും കൂടി വന്നിട്ടില്ലെന്ന് പറഞ്ഞു. വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫോണിൽ മനസ്സിലുണ്ട്. അവർ വീട്ടിൽ എന്നിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഫോട്ടോ ഞങ്ങളുടെ ഫോണിൽ എടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഫോട്ടോയിലേക്ക് കുറിച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് അതിന് സൈലൻ്റാണ്. മിക്ക വീടുകളിലും 4-5 തവണ കിടക്കുമ്പോൾ അതൊക്കെ 4-5 തവണ കയറി പറഞ്ഞിട്ടും പിന്നെ അവർ വല്ല ആടിന് കോഴിനൊക്കെ വളർത്തുന്ന പോലെയാണ് കൊതുകിനെ വളർത്തുന്ന പോലെ. ആദ്യമൊക്കെ ടാങ്കിൽ തുറന്നു നോക്കിയിട്ട് മീനുകളെ കണ്ടത് വീടുകളിൽ ടാങ്കിൽ മീനൊക്കെ വളർത്തുന്നത്. ഇപ്പോൾ തുറന്നു നോക്കിയിട്ട് കുറെ കൂത്താടികളും അങ്ങനെ കൊതുകിനെ വളർത്തുന്ന പോലെ തന്നെയാണ്.
അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ചില ആളുകൾ വന്ന് പോകി ഇത് കഴിഞ്ഞാണ് കൊതിന് കൊല്ലാൻ പറ്റുന്നത്. പോകി മിഷനെ കൊടുത്ത് പാലക്കാട് 2 ദിവസം പോകി ചെയ്തു മരണം സംസ്ഥാനത്തൊക്കെ 2 സ്ഥലങ്ങളിലൊക്കെ പോകിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നീട് പോയാൽ ആളുകൾ പിന്നീട് പോകിയാണ് കൊതിന് പറഞ്ഞപ്പോൾ ആളുകളുടെ പേര് പോയിക്കാൻ ശേഷം മാറി കാണിച്ചിട്ട് പാലക്കാട് പഞ്ചായത്ത് ഫണ്ട് വേണ്ടിയിട്ട് ഒരു പഞ്ചായത്ത് ഫണ്ട് വിട്ടിട്ടൊന്നും പോകി മിഷന് പാലക്കാട് പോയിട്ട് അത്ര റിസ്ക് എടുത്ത പോകി മിഷനും ഒരു സ്പ്രേ മെഷീൻ പഞ്ചായത്ത് വാങ്ങിക്കുകയും ചെയ്തു. 3 സ്പ്രേ മെഷീൻ വേറെ സംഘടിപ്പിക്കുന്നുണ്ട്. 4 സ്പ്രേ മെഷീനും ഒരു പോകി മെഷീനും അടക്കം നമ്മൾ കൊടുത്തിട്ട് അവിടെ കുറെ ചെറുപ്പക്കാർ പറഞ്ഞങ്ങൾ പഞ്ചായത്തിന് ഇതിന് പൈസ കൊടുക്കാൻ പറ്റില്ല. ഈ പോകി മെഷീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല. പഞ്ചായത്തിനായാലും ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്കായാലും ഇത് പൈസ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സൗജന്യമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകി മെഷീനും മറ്റുള്ള സ്പ്രേ മെഷീനുകൾ കൊടുക്കുന്നത്. ഒരാഴ്ച അവർ വെറുതെ ഇരുന്നുണ്ട് ഒരാൾ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഗ്രൂപ്പിലൊക്കെ വോയിസിലുണ്ട്, അതിലൊക്കെ വരുന്നുണ്ട്. അവർക്ക് ഇത് ഞാൻ പോയി ഒരു വാർഡ് മെമ്പർ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കോവിഡ് വരുന്ന സമയത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ വീടുകളിലും മരുന്ന് എത്തിക്കാൻ പറ്റുന്നത്. എല്ലാ വീടുകളിലും എത്തിക്കുന്ന പറയുമ്പോൾ നല്ല പകരുന്ന സമയത്ത് എല്ലാ വീടുകളിലും എത്തിക്കുന്ന സമയത്ത് ആശാപ്രവർത്തകരെ സഹായിക്കുന്നുണ്ടായിട്ടുണ്ട്, RRT വാളണ്ടിയർമാരെ സഹായിക്കുന്നുണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ ഭേദമന്യ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രതിനിധികളിലൊക്കെ സഹായം ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയം നോക്കുന്ന എല്ലാവരും സഹായം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാ വീട്ടിലും എത്തുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങനെ ആ മിഷനെ കൊണ്ടുവന്ന് വെച്ചിട്ട് പട്ടിശ്ശേരി സമ്മതം വന്ന ആള് ഞാൻ സൗജന്യമായിട്ട് അടിക്കാൻ ഫോർമേഷൻ അടിച്ചു തരാൻ വേണ്ടി ആളോട്ട് വന്നിട്ട് അടിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ തടഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇതെന്താണ് അതൊക്കെ സൗജന്യമായിട്ട് ചെയ്യണത്, ആരെങ്കിലും 10 രൂപ കിട്ടുന്നത് കിട്ടുന്നത്. അപ്പൊ അത്തരത്തിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുടക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം നമുക്കറിയാം ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു മെമ്പർ അല്ലെങ്കിൽ ആശാപ്രവർത്തകർ വിചാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ഇല്ലാതാക്കി കഴിയുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കൊതുക് ഒരു ദിവസം ഒരു കൊതുക് ടൈമിൽ 300-ലധികം മുട്ടയിടുന്ന നടക്കുന്നത്. എന്നിട്ട് ഈ അന്തരീക്ഷത്തിൽ വീടുകളൊക്കെ ഓരോരുത്തർ കൊതുകിനെ വളർത്തുക. എന്നിട്ട് ഈ അന്തരീക്ഷത്തിൽ 10% കൊതുകിനെ പുകഴിച്ചു കഴിഞ്ഞാൽ അതിൽ പെട്ടുപോകണം കൊതുക് മനസ്സിലെത്തി കൊടുക്കും. ബാക്കിയുള്ള കൊതുകുകൾ പലർക്ക് വേറെ സ്ഥലത്ത് പോകാൻ. നമ്മുടെ വാർഡിൽ 2 ഡെങ്കിപ്പനി മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 2 പേർക്ക് വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഡെങ്കിപ്പനിക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ഡെങ്കിപ്പനിക്ക് നമുക്കിപ്പോൾ കോവിഡ് ആയ സമയത്ത് മെമ്പർമാർ അല്ലെങ്കിൽ ആശാപ്രവർത്തകർക്ക് എല്ലാ വാർഡുകളിലൊക്കെ പനിയുടെ മരുന്ന്, ചുമയുടെ മരുന്ന്, ജലദോഷത്തിൻ്റെ മരുന്ന്, ക്ഷീണത്തിനുള്ള മരുന്ന്, തലവേദനയുടെ മരുന്ന് ഇതൊക്കെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഡെങ്കിപ്പനിക്ക് എന്ത് മരുന്നാണ് കൊടുക്കാൻ? ഒരു മരുന്നില്ല. ഡെങ്കിപ്പനി ആയിട്ടുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടാന്നുള്ളത് തന്നെയാണ്. അവിടെ ഈ പനിയുടെ മരുന്ന് കൊടുത്തിട്ട് വെറുതെ അഡ്മിറ്റ് ആയിട്ട് മറ്റുള്ള ഇടയ്ക്കിടയ്ക്ക് അവരുടെ അവസ്ഥ ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അവർക്ക് കുറയണത് അവരുടെ കൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. കൗണ്ട് കുറയണ അവർക്ക് കൊടുക്കേണ്ട ബ്ലഡാണ്. ബ്ലഡ് ഒരു മെമ്പർക്കോ ആശാപ്രവർത്തകർക്കോ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയത് വായ വഴി കഴിക്കാൻ പറ്റിയ സാധനമല്ല. അത് ഹോസ്പിറ്റൽ വഴിയിട്ട് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പനി ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കുക, സ്വയം ചികിത്സിക്കുക ചെയ്യാതെ ആദ്യം തന്നെ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാം. ചില ആളുകളൊക്കെ പനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം 2 പാരസെറ്റമോളൊക്കെ മേടിച്ച് കഴിക്കും. എന്നിട്ട് മാറി ഞാൻ ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പറയില്ല ഞാൻ സ്വയം ചികിത്സിച്ചിട്ട് പനിയുടെ മരുന്ന് കഴിച്ചിട്ട് അവിടെ പറയില്ല. അവിടെ പോയിട്ട് പറയും എനിക്ക് പനിയാണ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ആ ഡോക്ടറും ആദ്യം എഴുതുക പാരസെറ്റമോളും അതുമായിട്ട് ബന്ധപ്പെട്ട് 2 മരുന്നുകൾ എഴുതുക. ചെന്ന ഉടനെ ഡെങ്കിപ്പനിയുടെ അല്ലെങ്കിൽ മറ്റേ മഞ്ഞപ്പിത്തത്തിന്റെ ഡെങ്കിപ്പനിയുടെ ഒന്നും ടെസ്റ്റ് അവർ ചെയ്യില്ല. അത് ആദ്യം 2 ദിവസം മരുന്ന് കൊടുക്കുക. നിങ്ങൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെങ്കിപ്പനിക്കൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 1000 എക്യുപ്മെന്റ്സ് 200 രൂപ ചെലവ്. അപ്പൊ വരുന്ന പനിയുടെ എല്ലാവർക്കും ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുക? ഗവൺമെന്റിന്റെ പൈസ വേണ്ട ഇത് കൊടുന്ന് നോക്കാൻ. അപ്പൊ അത് കാരണം 2 ദിവസം മരുന്ന് കഴിച്ചിട്ട് കൃത്യമായി ഡോക്ടറെ അടുത്ത് പറയാം. ചില ആളുകൾ ഫസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകും, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ച് കൊടുക്കും. അത് ഭേദമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടെ പോയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മരുന്ന് കഴിച്ചിട്ട് ഭേദാവാനായിട്ട് വന്നെന്നുള്ള അവിടെ പറയുന്നു. അപ്പോഴാണ് ഈ പ്രശ്നം. അങ്ങനെ 2, 3, 4 പ്രാവശ്യം ഹോസ്പിറ്റലിൽ മാറി പോകുമ്പോഴത്തേനും നമ്മുടെ അസുഖമൊക്കെ വളരെയധികം അപകടാവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. മരണം വരെ സംഭവിക്കാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ മാറുന്നില്ല. അപ്പൊ ഞാൻ അഡ്മിറ്റ് ചെയ്യണം. അപ്പൊ അത് ഹോസ്പിറ്റലിൽ കൊള്ളില്ലെങ്കിൽ കൊള്ളുമ്പോൾ അവിടെ തന്നെ കിട്ടും. എന്നിട്ട് മറ്റു ഹോസ്പിറ്റലുകളിൽ കുറ്റപ്പനൊക്കെ കഴിഞ്ഞിട്ട് മാറിയിട്ട് ഡെങ്കിപ്പനി ആയിട്ട് വീട്ടിൽ വന്ന ഒരാൾ, ഇങ്ങനെ എമർജൻസി ഘട്ടങ്ങളൊക്കെ തരഞ്ഞിട്ട് വീട്ടിൽ വന്ന ഒരാൾ ഡെങ്കിപ്പനിയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ മെമ്പറോ അല്ലെങ്കിൽ ആശാപ്രവർത്തകരോ ഒരു തൊട്ടടുത്തുള്ള ആളുകൾക്ക് വരാണ്ട് പകരാണ് ചെയ്യുന്നത്. പകർന്നിട്ട് അവരുടെ വീട്ടിൽ പോകുമ്പോൾ പറയാറ് അനക്കിപ്പോ അവിടെ പോകാൻ വെച്ചോളൂ ആയിട്ടുണ്ടാണ് ഈ വന്നോ ഈ കണ്ടോ എന്ന് വിളിച്ചോ വെച്ചു.
ആശാപ്രവർത്തകർക്കായാലും മെമ്പർമാർക്കായാലും ഈ കബഡി നേരത്തെ നോക്കുന്ന പരിപാടി ഇല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുന്ന പരിപാടി നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രം അവർക്ക് പറയുന്നത് ഹോസ്പിറ്റലിൽ അറിയിപ്പിട്ട് കൃത്യമായിട്ട് ആശാപ്രവർത്തകർക്ക് അറിയും. നമ്മുടെ അടുത്തുള്ള വീടുകൾക്ക് അത് വ്യാപിക്കാതിരിക്കാനുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. അതിന് വേണ്ട സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നമ്മുടെ ആശാപ്രവർത്തകർ ഒരു താല്പര്യപ്പെടുത്തിയ മുഴുവൻ ആശാപ്രവർത്തകരും 2ാം വാർഡിൽ നടത്തുന്നു. ഞാൻ വിചാരിച്ചത് ഇതിനോടുള്ള എന്തെങ്കിലും എതിർപ്പ് മൂലമായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇതിൻ്റെ കുറവാണെന്ന് വിചാരിച്ചത്. ഈ ആശാപ്രവർത്തകരൊക്കെ ഇപ്പോൾ 7 വാർഡിലെ ഗ്രാമസഭകൾക്ക് വരുന്നു. ഈ വാർഡിലെ ഗ്രാമസഭകളൊക്കെ ഇപ്പോൾ ഈ ആശാപ്രവർത്തകരോട് 2 വാക്ക് പറയാൻ പരിഹരിക്കുന്നതിന് ശേഷം ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരോട് 2 വാക്ക് പറയാൻ ഇന്നലെ ഈ HA ഉണ്ടായിരുന്നു. അവർ പറയുന്നത് 2ാം വാർഡിൽ പോകാൻ പറ്റില്ല, അവരുടെ ആളുകൾ പറഞ്ഞാൽ പറ്റില്ല. ഈ ലക്ഷങ്ങൾ പോലെ അവിടെ അങ്ങോട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടില്ല. 2 ദിവസം പാത്രം കഴിച്ചാൽ പിന്നെ വന്നപ്പോൾ മനസ്സിലായില്ല, അവരുടെ ആളുകൾ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇതിന്റെ വാർത്ത ആളുകളെ കുറിച്ച് അങ്ങനെ പഠിച്ചിട്ടുണ്ടാവുന്ന അപ്പം എല്ലാവരും പറഞ്ഞ കാര്യം മറ്റേ അത് 2ാം വാർഡ് പ്രസിഡന്റിന്റെ വാർഡിലാണ്. അപ്പൊ അതിന് നിങ്ങളുടെ കൃത്യമായിട്ട് സഹകരണം ഉണ്ടാവണം. എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോൾ അതിവിടെ വാർഡിലൊക്കെ അസുഖമൊക്കെ ഉണ്ടാവുന്നത് കൃത്യമായിട്ട് ആശാപ്രവർത്തകർക്ക് അറിയിക്കുക. നമ്മളെടുത്ത് അറിയിച്ചിട്ട് നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുണ്ടെങ്കിൽ മരുന്ന് കൊണ്ടുവന്നിട്ടോ നിങ്ങളെ ഭീകരതയായിട്ട് കാണാൻ പറ്റും. അത് തൊട്ടടുത്ത വീടുകളിലുള്ള ആളുകൾ പറയാതിരിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഡെങ്കിപ്പനി വരുമ്പോൾ രാത്രിക്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ മരുന്നുകളിൽ ആസ്മതികളെ പൊതുവായി ഉപയോഗിച്ചിട്ട് 50 രൂപ പൊതുവായി ഒരു 1 ലക്ഷം അത് ഞങ്ങൾക്ക് ആരോ കൊണ്ടുവരുന്നു. ഓറാമോസ് പൊതുവായി ആരംഭിച്ചത് ഈ ഓറാമോസ് പൊതുവായി മേടിക്കാൻ പൈസ ഇല്ലാത്ത ആള് ചികിത്സിന്റെ അമല ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിട്ട് 50,000 രൂപ. അപ്പൊ ഒരു കുഴപ്പമില്ല, ഓറാമോസും പൊതുവായി മേടിക്കാൻ പൈസ. അപ്പൊ എനിക്ക് പറഞ്ഞത് ചെറിയൊരു പൈസ ചിലവാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും സാധാരണക്കാരാണ്, അതാണ് പണി ജീവിക്കുന്ന ആൾക്കാരാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിയ എമൗണ്ട് ചിലവാക്കാൻ പറ്റില്ല, പഠിക്കാൻ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. പാട്ട് 100ഓളം ആശാപ്രവർത്തകരെ വെച്ചിട്ട് 2 ദിവസം നമ്മൾ എല്ലാ വീടുകളും കയറി 100ഓളം ആശാപ്രവർത്തകർ. അതും ആഗ്രഹിച്ചിരുന്നു തിരുപ്പറ്റപ്പെടുന്നു പട്ടിക്കാരനൊക്കെ ആളുകൾ. നമ്മുടെ HA ഞാൻ പറഞ്ഞു കേൾക്കാതെ ഫൈൻ എഴുതി കൊടുത്തുന്നപ്പോൾ ഒക്കെ സാധാരണക്കാരൻ ഭയങ്കര ഫൈൻ എഴുതി കൊടുക്കുന്ന ആൾക്കാർ. അവസാനം നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത് തയ്യാറായി. ഒരു വീട്ടിൽ പോയപ്പോൾ കഴിഞ്ഞ വർഷത്തെ മെമ്പറായിരുന്നു. നിങ്ങളിന്റെ നിയമം 24 മണിക്കൂറിൽ കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നപ്പോൾ അവരെ ടീച്ചർ കൊടുത്തിട്ട് വളർത്തണ പോലെയാണ്. ആദ്യ പറ്റിയെങ്കിൽ ഞങ്ങൾ നിയമം പഠിപ്പിക്കണ്ട, ഞാനും മുന്നേ മെമ്പറായിരുന്നു. അപ്പൊ ഒരു മെമ്പറായിട്ട് ഇരിക്കുന്ന ആൾക്ക് അതിന്റെ ലക്ഷങ്ങൾ കൃത്യമായിട്ട് അറിയുന്നിട്ടും അദ്ദേഹം പറഞ്ഞതാണ്. കൃത്യമായിട്ട് വീടുകളുണ്ട്. ഒരാൾ സ്റ്റേഷനിൽ വിളിച്ചിരിക്കുന്നു, നമുക്ക് ഇവരെല്ലാവരും കഴിഞ്ഞ് കേസ് കൊടുക്കാൻ അവർക്ക് വിളിച്ചു വെച്ചാൽ അറിയാറ്റില്ല. ഒരു മെമ്പറുടെ അടുത്ത് പെരുമാറുന്നത് എങ്ങനെയാണ്, ആശാപ്രവർത്തകരുടെ അടുത്ത് പെരുമാറുന്നത്, അവരൊക്കെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവരുടെ അധികാരം തരുന്നതും അവരെ ഓടിക്കാനൊക്കെ അന്വേഷണം നടത്തുന്നതിന് മെമ്പറൊക്കെ ചെയ്തു. വ്യക്തിതാനുകൂല്യങ്ങളുടെ കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ. ഒരു ആശാപ്രവർത്തകർ എടുത്ത് പറയുമ്പോൾ നോട്ട് കൊടുക്കണം. അവർ ചില വർക്കുകളോട് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ചില വീടുകളൊക്കെ ചെല്ലുമ്പോൾ സുമചേച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വാർഡുകളിൽ പല ഗ്രൂപ്പുകളായിട്ടാണ് വാർഡുകൾ ഇറങ്ങുന്നത്. അപ്പൊ സുമചേച്ചി ആ ടീമിലാകുമ്പോൾ ഈ ഭാഗത്ത് ഒരു വീടുകൾ കാണിക്കാം. അപ്പൊ സുമചേച്ചി അവിടെ എത്തി. അപ്പൊ അങ്ങനെയുള്ള പരാതികൾ നമുക്കറിയാം. ഏറ്റവും കുറവ് ശമ്പളം വാങ്ങിക്കുന്ന 4 ആൾക്കാർ, 1 അംഗനവാടി ടീച്ചർമാര്, 1 ഹരിതകർമ്മസേനക്കാർ, പിന്നെ ആശാപ്രവർത്തകർ പാടും. ഏറ്റവും കൂടുതൽ ചീത്തയാക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ വിളിച്ചിട്ടുള്ള ആളുകൾ. എന്ത് കഷ്ടത്തിൽ അംഗനവാടി ടീച്ചറിനെ പൊടി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അംഗനവാടി ടീച്ചർക്ക് ഒരു ഭാഗങ്ങൾ കൊടുക്കാൻ എത്ര അതിന്റെ പൊടികൾ ഉൾക്കൊള്ളുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളത് ചോദിക്കാൻ 5 കുട്ടികൾക്ക് കൊടുക്കാൻ കിട്ടുള്ളൂ. ആ റൊട്ടേറ്റ് കൊടുക്കട്ടെ, 10-20ഓളം കുട്ടികളൊന്നും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കട്ടെ, നല്ല എല്ലാ കുട്ടികൾക്കും കൊടുക്കുള്ളൂ. അപ്പൊ ഓരോ മാസം വരുമ്പോൾ പൊടി കിട്ടുന്നതാണ് സാധാരണക്കാരുടെ വിചാരം. അപ്പൊ പോയിട്ട് അംഗനവാടി അതുപോലെ തന്നെ ആശാപ്രവർത്തകരുടെ കാര്യം. ആശാപ്രവർത്തകരെ വീട്ടിൽ ഡെങ്കിപ്പനിയുള്ള എല്ലാ വീട്ടിലും വരണമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞിട്ട് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല, അതൊക്കെ ഓക്കെ. പിന്നെ ഹരിതകർമ്മസേനക്ക് വളരെ മോശമായിട്ടുള്ള ആൾക്കാർ പെരുമാറും. ചില വീടുകളിലൊക്കെ അവരെ പാമ്പേഴ്സ് അടക്കണം. അവർ വീട്ടിൽ കുട്ടികളുണ്ട്, പാമ്പേഴ്സ് അടക്കം കൊടുത്തിട്ട് ഹരിതകർമ്മസേനക്കുള്ള ആളുകൾ കൊടുത്തത്. പാമ്പേഴ്സ് കൊണ്ടുപോകാണോ ഹരിതകർമ്മസേന വീട്ടിൽ വരുന്നത്? നമ്മുടെ വീടുകളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൃത്തിയായിട്ട് കഴുകി വേർതിരിച്ച് ഉണക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ പോലും കൊടുക്കാൻ പാടില്ല. പിന്നെ
പിന്നെ ചില ആളുകൾ തെറ്റിദ്ധാരണ ഈ ഹരിതകർമ്മസേനയുടെ ഹരിതകർമ്മസേനക്കാർ വാങ്ങിക്കുന്ന പൈസ പഞ്ചായത്ത് കൊടുക്കുന്ന പഞ്ചായത്തിന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഒരു രൂപ പോലും പഞ്ചായത്തിന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അത് അവരുടെ ശമ്പളത്തിന് തകരുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കയറ്റിയാകുമ്പോൾ ചില ആളുകൾ ഇതൊക്കെ വിറ്റിട്ട് പഞ്ചായത്ത് പൈസ കിട്ടുന്നു. ഇത് വിറ്റിട്ട് 1 കിലോക്ക് 8 രൂപ വെച്ചിട്ട് കിട്ടും. അത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് വേസ്റ്റുകൾ കൊണ്ട് കയറ്റിയാകുമ്പോൾ 1 കിലോക്ക് 8 രൂപ വെച്ചിട്ട് പഞ്ചായത്ത് കൊടുക്കണം. അത് ഹരിതകർമ്മസേനയുടെ കയ്യിൽ പൈസ എല്ലാം കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് കളക്ട് വേണ്ടിയിട്ട് പൈസ എല്ലാം കൊടുക്കണം. അത് പഞ്ചായത്ത് ഗവൺമെന്റ് നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട പൈസയാണ് നമ്മൾ അത്തരത്തിൽ ചെലവഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വേസ്റ്റുകൾ കൊടുത്തേക്കുന്നത് അത്യാവശ്യമുണ്ട്. അതോടൊപ്പം എനിക്ക് പറയാം, ചില ആളുകൾക്ക് പറയുന്നത് ഞങ്ങൾക്ക് റോഡ് ടീച്ചേഴ്സ് റോഡ് റോഡ് ചെയ്യില്ല, അവർ റോഡ് ചെയ്യാമെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് നമ്മളൊക്കെ സാധാരണക്കാരായാലും പണക്കാരായാലും ആരായാലും 5 വിഭാഗത്തിലുള്ള ആളുകൾ നമ്മൾ വോട്ട് ചെയ്ത് ചെയ്യും. 1 വാർഡ് മെമ്പർ, 1 ബ്ലോക്ക് പഞ്ചായത്ത്, 1 ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA 5 ആളുകൾ വോട്ട് ചെയ്യുന്നു. ഈ വാർഡ് മെമ്പറുടെ അല്ലെങ്കിൽ പഞ്ചായത്തിനുള്ള ഫണ്ടല്ലാതെ നമ്മുടെ വാർഡിൽ ഏത് ഫണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ചിന്തിക്കും. മറ്റുള്ളവർക്ക് നമ്മൾ വോട്ട് ചെയ്ത് പഞ്ചായത്ത് പോലെ വോട്ടിനും വളരെ 50 രൂപ കിട്ടും. അതുപോലെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രാവശ്യം 1, 2, 3 വാർഡുകളാണ്. പിന്നെ കുറച്ചൊക്കെ 12. അപ്പോൾ അത് എന്നെക്കൊണ്ട് കഴിഞ്ഞ പരമാവധി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വീടുകളിലുണ്ട്. പിന്നെ നമ്മുടെ വീടുകളുടെ റോഡിലൊക്കെ ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട്. വീടുകളുടെ റോഡിലൊക്കെ ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട്. അത് മുറിച്ച് മാറ്റിയിട്ടാണ് നമുക്ക് ചീത്തോളം വരുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വീടുകളുടെ റോഡിലുള്ള മരങ്ങളൊന്നും പഞ്ചായത്ത് മുറിക്കാൻ കഴിയില്ല. പഞ്ചായത്തിന്റെ അതിനെന്തെങ്കിലും പഞ്ചായത്ത് റോഡിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ അത് മുറിക്കാൻ വേണ്ടി പഞ്ചായത്ത് അവരുടെ കൃത്യമായിട്ട് തെറ്റായിട്ട് മാറ്റി കാര്യങ്ങൾ. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ വീടുകളുടെ റോഡിൽ ഒരുപാട് മരങ്ങൾ നിൽക്കുന്നതൊക്കെ പരാതി കൊടുത്ത് കലക്ടറോട് പരാതി കൊടുക്കുന്ന അവസാനം ഇപ്പോൾ ചില മരങ്ങൾ മുറിക്കാൻ തീരുമാനമായി. ഇപ്പം നേരെ കാര്യം വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കരിപ്പാങ്ങിനുമായിട്ട് ഒരുപാട് ദിവസം അതിന്റെ പിന്നാലെ നടന്നിട്ട് അവസാനം കളക്ടർ ആ കരാറുകാരനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. നിർബന്ധമായിട്ട് ഇപ്പം അത് വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഗ്രാമസഭയിൽ ഞാൻ പറയണ്ടായി, ഇനിയും നമ്മുടെ പഞ്ചായത്ത് നമുക്കുള്ള വർക്കുകളൊക്കെ ഏറ്റവും സുഗമമായിട്ട് അടുത്ത ദിവസം തന്നെ അപ്പോ ഇത് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പറഞ്ഞത് നമ്മുടെ പഞ്ചായത്തിൽ 1 എയും 2 ഓഫീസുകൾ നമ്മുടെ പഞ്ചായത്തിൽ ആളുകൾ കുറച്ചു. അതിൽ 3 നമ്മുടെ പഞ്ചായത്തിൽ പോയിപ്പോൾ 1 എയും 2 ഓഫീസുകൾ നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. അത് കാരണം തന്നെ പഞ്ചായത്തിന് മുഴുവൻ വർക്കുകളും ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ വർക്കുണ്ടാക്കുന്നത്. അത് പറഞ്ഞിട്ട് ആ ഗ്രാമസഭകൾ അടങ്ങിപ്പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഓരോ ഓഫീസിൽ സ്ഥലമാക്കി നമ്മുടെ 3 കുട്ടികൾ താൽക്കാലികമായിട്ട് നമ്മൾ വെക്കേണ്ടിയിരുന്നു. ശേഷാങ്ങളുടെ കുട്ടി നമ്മൾ താൽക്കാലികമായിട്ട് വെക്കേണ്ടിയിരുന്നു ഓഫീസിലേക്ക്. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ഐക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇനി 11 മാസമായിട്ടായിട്ട് വന്നിട്ട് ഇനി അടുത്ത ഓവർസിലേക്ക് ട്രാൻസ്ഫർ അടുത്ത് വരും. ഈ വർക്കുകൾ എങ്ങനെ രക്ഷപ്പെടുത്തി ചെയ്യാൻ കഴിയുന്ന കാര്യത്തിലൊന്നും എനിക്കൊരു പെട്ടെന്ന് ധാരണയില്ല. കാരണം ഇനിയിപ്പോൾ ട്രാൻസ്ഫർ പുതിയ വന്നതിന് കരിപ്പാങ്ങനോട് വർക്കടക്കം തുടങ്ങാൻ കഴിയും. ഇപ്പം പുതിയ വന്നിട്ടുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്തായാലും ഗ്രാമസഭയിൽ മറ്റു വാർഡുകളുടെ ഇത്രയും അപേക്ഷകളും ഒരു വാർഡിൽ നിന്നും വന്നില്ല. മറ്റു വാർഡുകളിലൊക്കെ പോയപ്പോൾ തന്നെ ഒരു 40-ൽ കൂടുതൽ ആളുകളും പങ്കെടുത്തിട്ടില്ല. എന്തായാലും ജനപങ്കാളിത്തം ഏറ്റവും അധികം ഉണ്ടായത് 2ാം വാർഡാണെന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നതിനോട് ഓരോരുത്തരോടും നന്ദി അർപ്പിക്കുന്നു. അംഗൻവാടിയിൽ ഫുഡ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ പ്രസിഡന്റിനോട് സൂചിപ്പിച്ചു പൊടിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. അംഗൻവാടിയിലത്തെ ഗുണഭോക്താക്കൾക്ക് എന്തെങ്കിലും ആനുകൂല്യം ലഭ്യമാക്കണമെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കണമെന്ന് നിർബന്ധമാണ്. ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആധാർ വെരിഫിക്കേഷൻ ചെയ്യണം. അതിനുശേഷം മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യണം. ഈ 2 ചെയ്താലാണ് ഈ KYC പൂർത്തിയാക്കി പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോ കൂടി എടുത്താലേ നമുക്ക് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാൻ പറ്റുള്ളൂ. അമൃതം പൊടി കൊടുക്കുന്നവർക്കായാലും അതുമാതിരി നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്. അവർക്കും പിന്നെ ഗർഭിണികൾക്കുള്ള PMY ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അവരുടെ ഈ ഫോട്ടോ എടുത്താൽ മാത്രമേ തുടർന്ന് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ സാധിക്കുന്നു മിനിറ്റ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഫോട്ടോ എടുത്താൽ മാത്രമേ ഈ ആനുകൂല്യം കിട്ടുള്ളൂ. ആനുകൂല്യം എന്നാൽ നിർത്തലാക്കാൻ അറിയില്ല. ഇപ്പോൾ ഫോട്ടോ എടുക്കാതെ ഞങ്ങൾ
കൊടുക്കുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര കാലം തുടരാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ പറ്റുന്നിടത്തോളം ഞങ്ങൾ കൊടുക്കും. അതല്ലാത്ത സമയത്ത് ഫോട്ടോ നിർബന്ധമാവുകയാണെങ്കിൽ ആ ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രമേ ഈ അമൃതം പൊടി കൊടുക്കാനും ഗർഭിണികൾക്കും മുടി വെട്ടുന്ന അമ്മമാർക്കുള്ള ആനുകൂല്യം കൊടുക്കാനും പറ്റുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം നമ്മുടെ പാട്ടിനെ ഇത്രയും മോശമായിട്ടാണ് ചില ആളുകളുടെ പഠിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഒരു പാട്ടിന്റെ കലാകാരന്മാരെ അത് പഠിച്ചൊരു പ്രവർത്തനം ഉണ്ടാക്കിത്തരണം. അപ്പോൾ അവർക്ക് പഠിച്ചൊരു ആഗ്രഹമായിട്ടോ ആദ്യം നിശ്ചയം ഞാനിവിടെ കൊടുക്കും. എന്താ പേരൊരു അത് ആരെ കൊടുത്തിട്ട് Wow.